നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ ബഹുമാനിരെ, പ്രിയ മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരികൾ, അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും പഠിച്ച് എല്ലാ വിഷയത്തിലും A+ നേടി മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും മധ്യത്തിൽ നക്ഷത്രങ്ങളായി ശോഭിക്കുന്നവരുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു ബിഗ് ക്ലാപ്പ് തരികയാണ്. നമുക്കൊന്ന് കൈയടിച്ച് ഈ മക്കളെ ആശംസിക്കാം. അപ്പം ഈ മക്കളുടെ ഈ ജീവിത വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കളുണ്ട്, അവരെ പഠിപ്പിച്ച ഗുരുഭൂതരുണ്ട്. അവരെയൊക്കെ നമുക്കൊന്ന് ഓർത്ത് നല്ലൊരു കൈയടി കൊടുക്കാം. Surely there is a future. Your hope will not be cut off. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നാം എല്ലാം A+ നേടിയിരിക്കുകയാണ്. എന്നാൽ ഇനിയുള്ള ജീവിതത്തിലേക്ക് സുരേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പരാജയങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ലോകം വിജയിച്ചവരുടെ മാത്രം ലോകമല്ല, പരാജയപ്പെട്ടിട്ടും അവിടുന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ആർജവത്തോടെ നേരിട്ടവരുടെ ജീവിതമാണ്. 17-ാം വയസ്സിൽ കോളേജിൽ നിന്ന് പുറത്താക്കി, 24-ാമത്തെ വയസ്സിൽ തന്നെ ഏറെ സ്നേഹിച്ച അമ്മ മരിച്ച്, 28-ാമത്തെ വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ച്, നിരാശ മാത്രം ജീവിതമായി എന്തിനീ ജീവിതമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിച്ച ഒരു പെൺകുട്ടി. അവൾ 32-ാമത്തെ വയസ്സിൽ ഒരു പുസ്തകം എഴുതി. പക്ഷെ അത് പ്രസിദ്ധീകരിക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ എന്തോ ഒരു ഭാഗ്യം, ഒരു പ്രസാധകർ അത് ഏറ്റെടുത്ത് അത് പ്രസിദ്ധീകരിച്ചു. അതിലെ കഥാപാത്രം ഹാരി പോട്ടർ നമുക്കേറെ ഇഷ്ടമാണ്. J.K. റൗളിംഗ് എന്ന് പറയുന്ന എഴുത്തുകാരി അവിടെ ഉത്തരം ചെയ്യുകയാണ്. വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസ താരം ബ്രെയിൻ ലാറ 2002 ക്രിക്കറ്റ് താൽക്കാലികമായി വിട പറയുമ്പോൾ ആരാധകർ നിരാശരായി. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നു. 2004 400 നോട്ടൗട്ട് ഇംഗ്ലണ്ടിനെതിരെ അടിച്ച് ബാറ്റ് വീശി ഗാലറിയിലുള്ളവരോട് പറഞ്ഞു, ഞാൻ വീണിട്ടില്ല എൻ്റെ പ്രിയ മക്കളെ, വീണാലും ഞാൻ എഴുന്നേൽക്കും. ഇരുട്ടിലിരുന്നാലും എൻ്റെ ദൈവം എനിക്ക് പ്രകാശമാകുമെന്ന്, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പ്രകാശമാകുമെന്ന്, എൻ്റെ ഗുരുഭൂതർ എനിക്ക് പ്രകാശമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടി പോലും ജീവിത പരാജയത്തിന് മുമ്പിൽ തളർന്നു പോകില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ഐക്കൺ അക്കാദമി എല്ലാ വർഷവും ഇതുപോലെയുള്ള മക്കളെ ആദരിക്കുന്നുണ്ട്. ഒത്തിരിയേറെ യുവാക്കളെ, ഒത്തിരിയേറെ മക്കളെ ഉയരങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ ബഹുമാനപ്പെട്ട സാജൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഐ പ്രൗഡ് ഓഫ് ഐക്കൺ അക്കാദമി. നമുക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. 65 വയസ്സ് വരെ ജീവിതം നിരാശയിലായിരുന്നു. ഒന്നും ഇനി നേടാനില്ലെന്നൊക്കെ വിചാരിച്ച് മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചൊരു മനുഷ്യനുണ്ട് ഈ ഭൂമിയിൽ. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുകയാണ്, അല്ല, ഞാനങ്ങനെ മരിക്കേണ്ടവനല്ല, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയില്ലേ, എന്നാൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകുമെന്ന് തീരുമാനിക്കുകയാണ്. അദ്ദേഹം പിന്നീട് നമുക്കേറെ ഇഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി. അദ്ദേഹം കേണൽ സാൻഡേഴ്സ് 88-ാമത്തെ വയസ്സിൽ ലോക കോടീശ്വരന്മാരിൽ ഒന്നാമനായി. ഏതാണത്? KFC ചിക്കൻ അല്ലേ? അപ്പോൾ ആരായിത്തീരണമെന്നുള്ള ആഗ്രഹത്തോടെ ചോദ്യത്തിന് മുമ്പിൽ ടീച്ചറോട് തൻ്റെ കൂട്ടുകാരൻ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്ക് കിട്ടുന്ന സൗകര്യം കണ്ടുകൊണ്ട് ആ കൊച്ചുബാലൻ പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ ഒരു പട്ടിയായാൽ മതി. ടീച്ചർ അവനെ കെട്ടിപ്പിടിച്ചു, മോനെ നീ അല്ല, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നീ ഉയരങ്ങളിൽ കീഴടക്കും. അതെ, നമ്മുടെ അഭിമാനം കോട്ടയത്തിൻ്റെ ഒഴുകൂരിൽ നിന്ന് ഒരു KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. കടൽ വിറ്റും പത്രം വിറ്റും ജീവിച്ച ഒരു രാമേശ്വരത്തെ ഒരു ബാലനെ നമുക്കറിയാം. അദ്ദേഹവും വളർന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായി അബ്ദുൽ കലാം. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്, ആരും പരാജയം അറിയാതെ അല്ല മുന്നോട്ട് പോയത്. പരാജയത്തിന്റെ നടുവിലും വിജയം തരുന്ന ഒരു ശക്തി നമ്മളിലേക്ക്, സാർ പറഞ്ഞതുപോലെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. നെൽസൺ മണ്ടേല എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ആഫ്രിക്കയുടെ വിമോചന നായകനാണല്ലോ നെൽസൺ മണ്ടേല. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഇതാണ്, റിമെമ്പർ എവറി മോർണിംഗ് യു ഹാവ് 2 choices. One, you can sleep with your dreams. Continue, you can sleep with your dreams. Another one is awake and chase them. ഓരോ പ്രഭാതത്തിലും നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി
ചിറക് മുളയ്ക്കുന്നവരും അതിനുവേണ്ടി എന്തൂസിയാസമുള്ളവരും ആവേശത്തോടെ ഓടുന്നവരുമായിരിക്കണം നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെ അബ്ദുൽ കലാം ജി ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം, അത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കണം. എനിക്ക് സാജൻ സാറിനെ വ്യക്തിപരമായിട്ട് അറിയാം. പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം. 10-15 കിലോമീറ്റർ ഓടി വന്ന് ഈ തോപ്പ് ഗ്രൗണ്ടിൽ പരിശീലനം നേടി പിന്നീട് നാഷണൽ ഗെയിംസിലൊക്കെ പോയി സ്വർണ്ണ മെഡലൊക്കെ വാങ്ങി ഇന്ന് തനിക്ക് വന്ന തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദാരിദ്ര്യം അടുത്തൊരു തലമുറയ്ക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ച് വളരെ കമ്മിറ്റഡായി ഒരു ഐക്കാൻ അക്കാദമി 9 വർഷമായി അർപ്പണബോധത്തോടെ ഈ തൃശ്ശൂർ ജില്ലയിൽ നടത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒത്തിരിയേറെ മക്കളെ ഉയരങ്ങളിൽ എത്തിച്ചിട്ട ഈ അക്കാദമിയുടെ ഡയറക്ടർ സാജൻ സാറ് നിങ്ങളിവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. ഷുവർലി ദർ ഈസ് എ ഫ്യൂച്ചർ. യുവർ ഹോപ്പ് വിൽ നോട്ട് ബി കട്ട് ഓഫ്. ഇവിടെ വന്നതിൻ്റെ പേരിൽ, ഈ അക്കാദമിയിൽ ചേർന്നതിൻ്റെ പേരിൽ ഒരു മാതാപിതാക്കളും വേദനിക്കേണ്ടി വരില്ല. കാരണം ഇതിലെ ഒരു പൊങ്ങച്ചുമില്ല, ഒരു തള്ളലുമില്ല. ഇത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു മാനേജ്മെന്റാണ്. അതുകൊണ്ട് highest men, great men reached and kept not 7 fight when their companions are slept, they were toiling upwards. വലിയ ഒരു ഉന്നതരുമായിട്ടുള്ള വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ ഉയർന്ന റോക്കറ്റ് പോലെ പൊന്തിയവരല്ല. when their companions are slept, തന്റെ സഹപാഠികൾ ഗാഠനിദ്രയിൽ സുസുഷുപ്തിയിൽ ആണ്ട് കിടക്കുമ്പോഴും ഭാവിയെ സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്തവരാണ്. സർ പറഞ്ഞതുപോലെ അമേരിക്കയിലെ മൺട്രോവൽ കമ്പനി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ദ വേ ടു സക്സസ്. അതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. 20,000 പേരെ പഠനം നടത്തിയിട്ട് ആ പുസ്തകം എഴുതിയത്. ദ വേ ടു സക്സസ്. വൺ ഈസ് അംബീഷൻ, ലക്ഷ്യമുണ്ടായിരിക്കണം. അനദർ വൺ ഈസ് പ്ലാനിങ്, ആസൂത്രണം ചെയ്യണം ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്ന് ഗുരുബുദ്ധരോടും അറിവുള്ളവരോട് ചോദിക്കണം. തേർഡ് ഈസ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യണം. ആൻഡ് ഫോർത്ത് ആൻഡ് വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് പ്രയർ, ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കണം. അവസരങ്ങൾ നിന്നെ തേടിയെത്തും. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ലക്ക്? അവർ പ്രിപ്പറേഷൻ മീൻസ് ദ ഓപ്പർച്യൂണിറ്റി ഈസ് കോൾഡ് ലക്ക്. നമ്മുടെ പരിശ്രമങ്ങൾ അവസരങ്ങളുമായി കൂട്ടിമുട്ടുന്നതിനെ പറയുന്ന പേരാണ് ഭാഗ്യം. നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒരു ഐക്കാൻ അക്കാദമി എന്ന ഈ ഒരു സ്ഥാപനമായി കൂട്ടിമുട്ടുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയമായിരിക്കും. താങ്ക് യു.